ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം ഇൻകം ടാക്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഡക്ഷൻസിനെ കുറിച്ചിട്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. നമുക്ക് അതിൻ്റെ പ്രോബ്ലം നോക്കാം കേട്ടോ. നമുക്കിതിൽ ഒന്ന് രണ്ടധികം പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങളത് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിവേ, മിസ്റ്റർ കെ ജോൺ ജോസഫ് ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി ഡ്രോയിങ് എ മന്ത്ലി സാലറി ഓഫ് റുപ്പീസ് 8,015 and 700. ഓക്കെ, അതായത് മിസ്റ്റർ കെ ജോൺ ജോസഫ് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. അവരുടെ മന്ത്ലി സാലറി എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 8,750 രൂപയാണ്. ഹീ ഈസ് ഓൾസോ ഗെറ്റിംഗ് DA rupees 4,000 per month. അതായത് അവർക്ക് DA ആയിട്ട് ഒരു മാസം 4,000 രൂപ കിട്ടുന്നുണ്ട്. ഹി ഓൾസോ ഡ്രോയിങ് എൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഓഫ് റുപ്പീസ് 2,000 per month. അയാൾക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 2,000 രൂപയും ഒരു മാസം കിട്ടുന്നുണ്ട്. അതർ പെർക്യൂസൈറ്റ്സ് എൻജോയ്ഡ് ബൈ ഹിം എമൗണ്ടിങ് ഓഫ് റുപ്പീസ് 1,500. അതർ പെർക്യൂസൈറ്റ്സ് ആയിട്ട് അയാൾ 1,500 രൂപ അയാൾക്ക് ഒരു മാസം എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഹി ഓൾസോ പെയ്ഡ് പ്രൊഫഷണൽ ടാക്സ് ഓഫ് റുപ്പീസ് 1,200 ഇൻ ദി ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. കാൽക്കുലേറ്റ് ഹീസ് ഇൻകം ഫ്രം സാലറി. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളോട് ഇൻകം ഫ്രം സാലറിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഇൻകം ഫ്രം സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ചില ഡിഡക്ഷൻസ് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡിഡക്ഷൻസ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അതിന് ശേഷമാണ് ഇൻകം ഫ്രം സാലറി നമുക്ക് കിട്ടുക, ആ ഡിഡക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ത്? ജോൺ ജോസഫ് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. ജോൺ ജോസഫ് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആകുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മളതൊന്ന് ഡിഡക്റ്റ് ചെയ്യണം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തായിരുന്നു? ബേസിക് സാലറിയുടെ 20%, അതുപോലെ തന്നെ ആക്ച്വലി റിസീവ്ഡ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, പിന്നെ നെക്സ്റ്റ് എന്തായിരുന്നു? 5,000 per annum. ഓക്കെ, ഇതിൽ ഏതാണോ ഏറ്റവും ചെറിയ എമൗണ്ട് അതാണ് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുന്നത്. അതായത് 5,000 രൂപയായിരിക്കും മാക്സിമം നമുക്ക് അതിൽ നിന്ന് എക്സംഷൻ കിട്ടുക. അത് കൂടുതൽ എമൗണ്ട് കിട്ടത്തില്ല. ഓക്കെ, ഈ 3 ഏറ്റവും ചെറിയ എമൗണ്ട് ആയിരിക്കും കിട്ടുക. അതെന്ന് പറയുന്നത് 5,000 രൂപയോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള എമൗണ്ടോ ആയിരിക്കും, അതിൽ കൂടത്തില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിലുള്ള ഐറ്റംസ് എല്ലാം ഇങ്ങോട്ട് എടുത്ത് എഴുതും. അതായത് ബേസിക് സാലറി 8,750 രൂപ ഇൻറ്റു 12, ഒരു മാസമാണ് 8,750 രൂപ. അതിന് 12 ആകുമ്പോൾ 1,05,000. പിന്നെ DA എന്ന് പറയുന്നത് 4,000 ആണ് ഇവിടെ. അപ്പോൾ 4,000 ഇൻറ്റു 12 48,000. പിന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇവിടെ 2,000 രൂപയാണ്. അപ്പോൾ 2,000 ഇൻറ്റു 12 24,000. ഓക്കെ, പെർക്യൂസൈറ്റ്സ് 1,500 ഇൻറ്റു 12 18,000. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അപ്പോൾ അതായത് ഈ എമൗണ്ട്സിനൊക്കെ നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? എക്സംഷൻസ് ഒന്നും ഇല്ലാണ്ട് കംപ്ലീറ്റ് എമൗണ്ട് ഇങ്ങോട്ട് എടുത്തെഴുതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് സാലറി കാണണം. ഗ്രോസ് സാലറി കണ്ടു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഗ്രോസ് സാലറി കിട്ടും. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഗ്രോസ് സാലറി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഡിഡക്ഷൻസ് ആണ്. കാരണം ഇവിടെ ഇൻകം ഫ്രം സാലറിയെ കാണാൻ പറഞ്ഞിട്ടില്ല. ഗ്രോസ് സാലറി ആണെങ്കിൽ നമുക്ക് ഇവിടെ നിർത്തായിരുന്നു, പക്ഷേ ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇൻകം ഫ്രം സാലറിയാണ്. സോ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആൻഡ് പ്രൊഫഷണൽ ടാക്സ്. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇൻകം ഫ്രം സാലറി കാണാൻ പറഞ്ഞാൽ എല്ലാത്തൊന്നും മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ കേസ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം അത് ചെയ്യേണ്ട. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പ്രൊഫഷണൽ ടാക്സ് ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ത്? പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തു എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ. പിന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ കേസിൽ പറയാനുള്ളത് 3 കേസാണെന്ന് പറഞ്ഞു. അതായത് എന്താ? ഫസ്റ്റ് ഇത് ബേസിക് സാലറിയുടെ 20%. ബേസിക് സാലറിയുടെ 20% എന്ന് പറയുന്നത് എത്രയാണ്? 21,000 രൂപയാണ് ബേസിക് സാലറി. ഇത് മാത്രം കൺസിഡർ ചെയ്യുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഇതൊന്നും എടുക്കണ്ട. ഈ ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ ഇതാണ്. 1,05,000 രൂപയുടെ 20% എന്ന് പറയുന്നത് 21,000 രൂപയാണ്. ഓക്കെ, 21,000 ഫസ്റ്റത്തെ എമൗണ്ട്. പിന്നെ രണ്ടാമത്തെ എമൗണ്ട് എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഉണ്ട്. അത് 20% ഓഫ് ബേസിക് സാലറി. പിന്നെ ദ എമൗണ്ട് എൻ്റർടൈൻമെൻറ്റ് ആക്ച്വലി റിസീവ്ഡ്. അതായത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് നമുക്കിവിടെ ആക്ച്വലി റിസീവ് ചെയ്തിട്ടുള്ളത് 24,000 രൂപയാണ്. ഓക്കെ, പിന്നെ മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5,000 per annum. 5,000 per annum. ഓക്കെ, ഇത് മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 5,000 ആണതാ.
5000 per annum, 20% of basic salary, the amount of entertainment allowance actually received. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് എന്ന് പറയുന്ന 5000 അല്ലേ, അതുകൊണ്ടാണ് ഈ 5000 ഇവിടെ വന്നത് കേട്ടോ, മനസ്സിലായത്. പിന്നെ പ്രൊഫഷണൽ ടാക്സ് 1200 രൂപ. ഓക്കെ, ഈ എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ കേസിൽ എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണോ അതാണ് എടുക്കുക. മാക്സിമം 5000 അല്ലെങ്കിൽ അതിൽ കുറവ്, അതിൽ കൂടത്തില്ല, അതുകൊണ്ടാണ് 5000 അവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഈ ഐറ്റംസ് കൂട്ടുക, എന്നിട്ട് ഈ ഐറ്റംസ് കൂട്ടിയുള്ളതാണ് ഇത്. ഓക്കെ, എന്നിട്ട് ഇതിന്ന് മൈനസ് ചെയ്യുക. ഗ്രോസ് സാലറിയിൽ നിന്നും ഈ ഡിഡക്ഷൻസ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1,38,800 രൂപ കിട്ടും. ഇതാണ് എന്ത് പറയുന്നത്, സാലറി ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് കുറച്ചും കൂടെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഇത് മനസ്സിലായില്ലേ? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കൺസിഡർ ചെയ്യുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ മാത്രമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ 3 ഐറ്റംസ്, അതായത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആക്ച്വലി റിസീവ്ഡ്, പിന്നെ 20% ഓഫ് ബേസിക് സാലറി, പിന്നെ 5000 per annum. ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ടാണ് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.